ഹലോ എവരി വൺ, ഐ എം സമീർ അജ്മൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോസ്റ്റ് വാർ ബ്രിട്ടൻ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസ്. ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം ബ്രിട്ടൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. അതിനുശേഷം യുദ്ധത്തിന് ശേഷമുള്ള ബ്രിട്ടൻ്റെ ചേഞ്ചസ്, അവിടെ ഉണ്ടായ മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യം നോക്കാം. അതിനുശേഷം നമുക്ക് ബ്രിട്ടന്റെ പങ്ക് നോക്കാം. യുദ്ധങ്ങളിലെ പ്രധാന സഖ്യങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടൻ, ഫ്രാൻസ്, USSR, അമേരിക്ക ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ജർമ്മനി, ഇറ്റലി എന്ന രാജ്യങ്ങളാണ്. 1939 സെപ്റ്റംബറിലാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. എന്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ? നമ്മൾ കണ്ടു, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ജർമ്മനി പരാജയപ്പെട്ട സമയത്ത് ഒരു ഉടമ്പടി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഉടമ്പടിയിൽ പറയുന്നത് പ്രകാരം ജർമ്മനി പിടിച്ചെടുത്തിട്ടുള്ള കോളനികളൊക്കെ തന്നെ, ആഫ്രിക്കൻ, ഏഷ്യൻ, പസഫിക് കോളനികളൊക്കെ തന്നെ കീഴടങ്ങണം, അവരെയൊക്കെ ആ കോളനികളെ മോചിപ്പിക്കണം എന്നൊരു നിബന്ധന വെച്ചു. അതുപോലെ തന്നെ ഇനി ജർമ്മനിയുടെ സൈന്യത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ആയിരിക്കണം, അതിൻ്റെ എണ്ണം കുറച്ചിരിക്കണം. യുദ്ധത്തിൻ്റെ ഫലമായി ഉണ്ടായ നഷ്ടങ്ങൾക്ക് ഒരു എമൗണ്ട് ഈ ജർമ്മനി മറ്റു രാജ്യങ്ങൾക്ക് പേ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിബന്ധനകൾ ഈ ഒരു ഉടമ്പടിയിൽ, ഈ ട്രീറ്റി ഓഫ് വേഴ്സായി എന്നാണ് ഈ ഉടമ്പടി അറിയപ്പെടുന്നത്, അത് പറയുന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമാധാന ഉടമ്പടിക്ക് ശേഷം പിന്നീടാണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിൽ വിടുന്നത്. അങ്ങനെ അഗ്രസീവ് നാഷണലിസം, അതൊരു ഒരുപാട് തീവ്രമായിട്ടുള്ള ദേശീയതയുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഹിറ്റ്ലർ. നമുക്കറിയാം, വളരെ ക്രൂരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫിഷ് മോട്ടീവ്, ഒരുപാട് കാരണങ്ങളുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഹിറ്റ്ലർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പറഞ്ഞിട്ടുള്ള സമാധാന ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം ബ്രേക്ക് ചെയ്തു. അതാണ് ഒരു പ്രധാന കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കാനുള്ളത്. ഇതേ സമയത്ത് ജർമ്മന്റെ തന്നെ സഖ്യമായിട്ടുള്ള ഇറ്റലി, നമുക്കറിയാം, ഇറ്റലിയിൽ മുസോളിനി ആയിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. ജർമ്മനി ഇറ്റലിയുടെ സഹായത്തോടു കൂടി ഫ്രാൻസിനെ പിടിച്ചെടുക്കുകയും അങ്ങനെ ഈ ട്രീറ്റി ബ്രേക്ക് ചെയ്തുകൊണ്ട് ബ്രിട്ടൻ്റെ സഖ്യകക്ഷിയായിട്ടുള്ള ഫ്രാൻസിനെ പിടിച്ചെടുത്തു. അങ്ങനെയാണ് ബ്രിട്ടൻ യുദ്ധത്തിലേക്ക് കടക്കുന്നത്. എന്ത് വില കൊടുത്തും ഹിറ്റ്ലറെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ബ്രിട്ടന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായി. യുദ്ധത്തിന്റെ ആദ്യ സമയത്ത് തന്നെ അവർക്ക് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്രിട്ടൻ എന്ന് പറയുന്നുള്ള രാജ്യം കടലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഒറ്റപ്പെട്ട ഒരു രാജ്യമാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ ജർമ്മനിക്ക് അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മറ്റു ചില മാർഗങ്ങളാണ് ഹിറ്റ്ലർ ഉപയോഗിച്ചത്. ആദ്യം ഹിറ്റ്ലർക്കെതിരെ പൊരുതാൻ ബ്രിട്ടൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ബ്രിട്ടനു കൂടെ മറ്റു രാജ്യങ്ങൾ, പിന്നീട് സോവിയറ്റ് യൂണിയൻ, USSRും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. കടലുകളാൽ ചുറ്റപ്പെട്ട് കൊടുക്കുന്ന രാജ്യമായ ബ്രിട്ടൻ ആയതുകൊണ്ട് തന്നെ അവരെ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ ജർമ്മനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവർ ആകാശമാർഗം ബോംബിങ്ങിലൂടെയൊക്കെയാണ് ബ്രിട്ടനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ഇത് സാധാരണക്കാരന്റെ ജീവിതത്തിന് തന്നെ ഭീഷണിയായി. നിരപരാധികളൊക്കെ തന്നെ ഒരുപാട് കൊല്ലപ്പെട്ടു. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതുവരെ ബ്രിട്ടന്റെ നഗരങ്ങളും പ്രധാന സിറ്റികളൊക്കെ തന്നെ ബോംബുകളാൽ ഒരുപാട് അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. റോക്കറ്റ് അറ്റാക്കുകളും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഒരു കാലയളവിൽ ഏകദേശം 61,000 സാധാരണ പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. അതുകൂടാതെ 87,000 പൗരന്മാർ ഇഞ്ചേർഡ് ആവുകയും ചെയ്തു. ഈ യുദ്ധ ഇരകൾക്ക്, സാധാരണക്കാർക്ക് റേഷനിങ്, ഫുഡും വസ്ത്രവും ഒക്കെ വിതരണം ചെയ്യാൻ തുടങ്ങി 1940-41 കാലഘട്ടങ്ങളിൽ. 1943 ആയപ്പോഴേക്കും എല്ലാ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളുടെയൊക്കെ ലഭ്യതയില്ലായ്മ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ഒരു വലിയൊരു ലോങ് ക്യൂവിൽ ജനങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്ന അവസ്ഥയായിരുന്നു 1943 ആയപ്പോഴേക്കും. പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, അതുവരെ ബ്രിട്ടനിൽ നിലനിന്നിരുന്ന വർഗപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, തരംതിരിവുകൾ അവസാനിച്ചു. കാരണം എന്നറിയാം, മനുഷ്യന്റെ പ്രധാന ആവശ്യങ്ങളുമായ പാർപ്പിടം, വസ്ത്രം, ഇതൊക്കെ യുദ്ധത്തിന്റെ ഫലമായി അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വർഗപരമായ വ്യത്യാസം അവിടെ നിന്ന് അത് മാറി. മുൻകാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തരത്തിലുള്ള വർഗ വ്യത്യാസങ്ങൾക്ക് ഒരു അവസാനമായിരുന്നു ഈ കാലഘട്ടങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നത് കുട്ടികളായിരുന്നു. കാരണം അവരുടെ കുടുംബങ്ങളൊക്കെ തന്നെ സെപ്പറേറ്റഡായി യുദ്ധം ഭയന്ന് മാറി താമസിക്കുകയും പല സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ട്
ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് കുടുംബം നഷ്ടപ്പെട്ടു. അങ്ങനെ ഇതൊരു ആകുലതകളുടെ കാലഘട്ടമാണ് രണ്ടാം ലോക മഹായുദ്ധം. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ 2 മില്യൺ കുട്ടികളെ മാറ്റിപ്പാർപ്പിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഏത് സമയം വ്യോമാക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട്, ഒരു മരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജനങ്ങൾ ജീവിച്ചത്. ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ തന്നെ അഫക്റ്റ് ചെയ്തു. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നയിച്ചു. മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ള ഈ കുട്ടികളൊക്കെ തന്നെ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. സുരക്ഷിതമില്ലായ്മ, ഹോം സിക്നെസ് പോലെയുള്ള ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ കുട്ടികൾ അനുഭവിക്കേണ്ടി വന്നു. നഗരത്തിൽ എല്ലാ സൗകര്യങ്ങളോടും താമസിച്ച കുട്ടികൾക്കൊക്കെ തന്നെ പുരാതനമായുള്ള കാർഷിക കമ്മ്യൂണിറ്റി കുടുംബത്തോടുകൂടി വൈദ്യുതിയും വെള്ളമൊന്നും ഇല്ലാത്ത പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട് താമസിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. പ്രധാനമായും കുട്ടികളെയൊക്കെ പാർപ്പിച്ചത് നോർത്ത് അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലാൻഡ് ആൻഡ് സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ ആയിരുന്നു. 17 വയസ്സും അതിന് മുകളിലുമുള്ള ആൺകുട്ടികൾ ഹോം ഗാർഡായി ജോയിൻ ചെയ്യുകയും ചെയ്തു. അതായത് അവരുടെ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ഒക്കെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ശത്രുക്കളെ, അധിനിവേശം നടത്തുന്ന ശത്രുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് 17 വയസ്സുള്ള ആൺകുട്ടികൾ ഇത്തരം ഹോം ഗാർഡിലേക്ക് ജോയിൻ ചെയ്തത്. ജർമ്മൻകാർ നടത്തിയ മിന്നലാക്രമണത്തിൽ 7500ഓളം കുട്ടികൾ കൊല്ലപ്പെടുകയും 8000 പേർക്ക് പരിക്കുകളേൽക്കുകയും ചെയ്തു. ഒരുപാട് കുട്ടികൾ അനാഥരാക്കപ്പെടുകയും ഈ ബോംബിങ്ങിൻ്റെ ഫലമായിട്ട് ഭയവും അതുപോലെ തന്നെ പരിക്കുകളായാലും മരണവും ഒരുപാട് നഷ്ടങ്ങളൊക്കെ ബ്രിട്ടൻകാർക്ക് ഉണ്ടായി. ഒരുപാട് കുടുംബങ്ങൾ സെപ്പറേറ്റഡ് ആയിപ്പോയി ഈ ഒരു മിന്നലാക്രമണത്തിൽ. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വീടുകൾ നഷ്ടപ്പെട്ടു. ഒരുപാട് പേര് കൊല്ലപ്പെടുകയും ഒരുപാട് ലണ്ടൻ ജനത കൊല്ലപ്പെടുകയും ചെയ്തു, പരിക്കേൽക്കുകയും ചെയ്തു. ഭക്ഷണ വിതരണം തുടർന്നുകൊണ്ടേയിരുന്നു. മീറ്റ്, ഷുഗർ, ബട്ടർ, ചീസ്, എഗ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വിതരണം ചെയ്തത്. പിന്നീട് ഷോർട്ടേജ് ഓഫ് ഫുഡ് വന്നതുകൊണ്ട് തന്നെ അവരെ സ്വന്തമായിട്ട് വെജിറ്റബിൾസ് ഒക്കെ ഗ്രോ ചെയ്യാൻ വേണ്ടി അവരെ എൻകറേജ് ചെയ്തു, ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. നമ്മൾ കണ്ടു കുട്ടികളുടെ സ്കൂൾ സിസ്റ്റത്തെ തന്നെ അത് ബാധിച്ചു. ഏകദേശം 2000-ലധികം സ്കൂൾ ബിൽഡിങ്ങുകൾ യുദ്ധോപയോഗങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിച്ചു. അതുപോലെ ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് സ്കൂൾസ് ബോംബിങ്ങിൻ്റെ ഫലമായിട്ട് ഡാമേജ്ഡായി. അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ, ബുക്സും പേപ്പേഴ്സും റൈറ്റിംഗ് മെറ്റീരിയൽസും ഒക്കെ തന്നെ അതിൻ്റെയൊക്കെ ലഭ്യതയില്ലായ്മ ഇതൊക്കെ വിദ്യാഭ്യാസത്തെ ബാധിച്ചു. 1944 വിദ്യാഭ്യാസ ആക്ട് പ്രകാരം സൗജന്യ സെക്കൻഡറി എഡ്യൂക്കേഷൻ എല്ലാ കുട്ടികൾക്കും അനുവദിച്ചിരുന്നു. എന്നാൽ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, പ്രാവർത്തികമാക്കാൻ സാധിച്ചിരുന്നില്ല. യുദ്ധത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അതിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു നോട്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി സ്പിരിറ്റ്, ജനങ്ങളുടെ ഒത്തൊരുമ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ബ്രിട്ടൻകാർ വളരെ ഒപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി അവർ വിജയിക്കും തന്നെ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന 1945 ബ്രിട്ടൻ വിജയിച്ചു. ബ്രിട്ടൻ ജപ്പാനെയും അതുപോലെ തന്നെ ജർമ്മനിയും ഒക്കെ പരാജയപ്പെടുത്തി രണ്ടാം ലോക മഹായുദ്ധത്തിൽ. അങ്ങനെ ബ്രിട്ടൻ വിജയം കൈവരിച്ചു. യുദ്ധം അവസാനിച്ചെങ്കിൽ കൂടിയും സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരുപാട് കാലം അവരെടുത്തു. മാതാപിതാക്കൾ തൻ്റെ കുട്ടികളിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കൾ അപരിചിതരെ പോലെയാണ് തോന്നിയത്, സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണ് തോന്നിയത്. കാരണം നമ്മൾ കണ്ടു ഒരുപാട് കാലത്തിന് ശേഷമാണ് അവർ തിരിച്ച് തൻ്റെ കുട്ടികളെയും കുട്ടികൾ മാതാപിതാക്കളെയും കാണുന്നത്. പലർക്കും കുട്ടികളും അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെട്ട് പല കുടുംബം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയില്ല, പൂർണ്ണമായിരുന്നില്ല. കാരണം അവരുടെ ചിലർക്ക് കുട്ടികൾ നഷ്ടപ്പെട്ടു, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുടെ ഒരു കാലഘട്ടമാണ് ലോകമഹാ. അപ്പോൾ ഇത്രയാണ് രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പറയാനുള്ളത്. നമുക്കറിയാം ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നഷ്ടങ്ങളാണ് ഉണ്ടാവുക. ആ നഷ്ടങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതാണ് അവിടെ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഐ എം സമീറ അജ്മൽ, സൈനിങ് ഓഫ്.